അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി ഇനിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യമാണ് നമുക്കുള്ളത്. ഇതിനൊക്കെയും തയ്യാറാകണം. നമ്മുടെ നേതാക്കന്മാർക്ക് ഇവിടെയുണ്ട്, അവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്തിന്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ അതിന്റെ ഭാരവാഹികൾ, ബഹുമാനനായ അഹമ്മദ് അജിഹറ, പ്രമുഖരായിരിക്കുന്ന പലരുമുണ്ട്, ഉസ്താദുമാർ എല്ലാവരുമുണ്ട്. അതിലൊക്കെ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ, എസ്എഫിന്റെ പ്രതിനിധികൾ, റേഞ്ചിന്റെ പ്രതികൾ, സാർവത്രികമായി ഇവിടെ വന്നുകൂടിയ മോമിനീങ്ങളായിരിക്കുന്ന ആളുകൾ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ മഹത്തായ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വ്യാപാര ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, സ്നേഹിതന്മാരെ, സംഭവങ്ങൾ ഏവരും അറിഞ്ഞതാണ്, ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ പ്രശ്നമാണിത്. ഈ അടുത്ത് നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകാം, പവാട, നക്കലി പവാട എന്നും നക്കലി കേശ എന്നും ഇങ്ങനെയൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആകർഷിതരായ ഒരു വിഭാഗം ആൾക്കാർ ഇതിന്റെ പിന്നാലെയുള്ളതൊക്കെയും പ്രശ്നമാണ്. നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരൽപ്പം പറയുന്നത് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുശ്രിക്കുകളുടെ അക്രമങ്ങൾ, മുശ്രിക്കുകളുടെ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി മുഅ്ജിസത്തുമായിട്ട് അല്ലാഹു അമ്പിയാക്കന്മാരെ അയച്ചു. ഉടൻ തന്നെ നക്കലി മുഅ്ജിസത്തുമായിട്ട് മുസൈലിമത്തുൽ കദ്ദാബിനെ പോലത്തെ പല ആൾക്കാരും പ്രത്യക്ഷപ്പെട്ടു. സഹാബാക്കൾ മുഴുവനും പറഞ്ഞു, അവനക്ക് കള്ളനാണ്, കളവ് പറയുന്നതാണ്, അവൻ ചിതയാണ്, അവന്റെ മുഅ്ജിസത്തൊന്നല്ല, അവന്റെ തട്ടിപ്പാണ്, ജാലകവിദ്യയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. മുസൈലിമത്തുൽ കദ്ദാബിന് അവൻ നബിയാണെന്നും അവന്റെ മുഅ്ജിസത്ത് ശരിയാണെന്നും തെളിയിക്കാൻ അവനോട് കഴിഞ്ഞില്ല. കഴിയാത്തതിന്റെ കാരണമായിട്ട് ആക്രോശിതനായ മുസൈലിമത്തുൽ കദ്ദാബ് പല മുസ്ലിമുകളെയും കൊന്നു. ശേഷം പല ഔലിയാക്കന്മാരുടെ കാലത്തും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കറാമത്തിന് വിരുദ്ധമായിട്ട് നഖലി കറാമത്ത് വന്നപ്പോൾ, തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ വിരോധിച്ച ആൾക്കാരെ കൊന്ന സംഭവങ്ങൾ പലതുമുണ്ട്. അതേ രീതിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഹുസൈൻ ദാരിമി ആവട്ടെ, നമ്മുടെ പ്രവർത്തകനായ നേതാവായ എസ് ബി മുഹമ്മദ് ദാരിമി ആവട്ടെ, പത്രപ്രസ്താവന നടത്തിയത് അവരുടെ സ്വാതന്ത്ര്യം. നക്കലി മുടിയാണെന്നും നക്കലി പവാടമാണെന്നും പറഞ്ഞാൽ നക്കലി അല്ലാതെ അസലിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അതവർ തെളിയിക്കണമായിരുന്നു. ഇത് പവാട വെറുതെ അല്ല, ഇത് കറാമത്ത് സത്യമാണ്. കറാമത്തും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു മുഅ്ജിസത്ത് കൊടുത്തതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു തആല കറാമത്ത് കൊടുത്തു. തുറന്നു പറയട്ടെ, കൂറത്തെ ഫസൽ കോയമ്മത്തങ്ങൾ അള്ളാഹുവിന്റെ വലിയാണെന്ന് അവരുടെ മുഷാവറ കൂടിയിട്ട് ആലിമ്യങ്ങൾ തീരുമാനിച്ച് പറയട്ടെ ലോകത്തോട്, കൂറത്തങ്ങൾ ഔലിയാണെന്ന്. എന്നിട്ട് കൂറത്ത് തങ്ങൾ നടത്തുന്ന എല്ലാ കറാമത്തുകളും ശരിയായ കറാമത്താണെന്ന് അവരുടെ മുഷാവർ കൂടി ആദ്യം തീരുമാനിക്കട്ടെ. മുഷാവറുണ്ടല്ലോ, ആലിമ്യങ്ങളുണ്ടല്ലോ, ഇഷ്ടം പോലെ അവർ തീരുമാനിച്ച് പറയട്ടെ വലിയാണെന്നും കറാമത്താണെന്നും സത്യമാണെന്ന്. പിന്നെ നമുക്ക് അത് ആലോചിക്കാം. പിന്നെ അതേപോലെ മുടിയുടെ വിഷയം, ഈ അടുത്ത് കുറെ കൊല്ലങ്ങൾക്കും ഒരു മുടി വന്നിട്ടുണ്ട്. ഇനി ലോകം വേണ്ടി നാറി ഫസാദായി ഫിത്നയായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ഒരു മുടി വന്നു. ഞങ്ങൾ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമായ ആ പുണ്യകേശം, പുണ്യമുടി, അതിൽ ബർക്കത്തുണ്ട്. അത് മുഖ്യ വെള്ളത്തിൽ കുടിച്ചാൽ അതിൽ ബർക്കത്ത്, രോഗത്തിന് ശിഫയുണ്ട്. സഹിഹ് ബുഖാരി, മുസ്ലിം, സർവാദീസ് ഗ്രന്ഥങ്ങളിലും കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിന്റെ ഒരു മുടിക്ക് വേണ്ടി യുദ്ധം ചെയ്തത് പോലും കാണാം. ഇന്നും ഹസ്രത്ത് ബാൾ പോലത്തെ, വെള്ളൂർ ബാക്കിയാത്ത് പോലത്തെ, നിസാമി അറബി കോളേജ് പോലത്തെ 3 സ്ഥലത്താണ് ഇന്ത്യയിൽ മുടിയുള്ളത്. ലോകത്ത് എവിടെയൊക്കെ മുടിയുണ്ട്, അത് ഏത് എങ്ങനെ വന്നതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്ക് കൊടുത്തതാണ്, ഏത് സാഹിബിന്റെ മുഖാന്തരം വന്നത്, അതിനൊക്കെ രേഖയുണ്ട്. അവിടെ കേസ് എടുക്കുന്നില്ല, ഞങ്ങളുടെ മുന്നിട്ട് എന്ത് പ്രയോജനം കാണുന്നില്ല. അവിടെ വേണ്ട പണി അവർ എടുത്തോണ്ടുള്ളത്, അവർ സ്റ്റേഷനിൽ പോയിനാരി, എല്ലാ സ്റ്റേഷനിലും ഉള്ളത്, ഈ പുത്തൂർ സ്റ്റേഷനിലുള്ള ഈ ഇൻസ്പെക്ടർ വന്നു ചെല്ലാം, അത് അയാളെ തങ്ങളെ പേര് എടുക്കണമെന്നില്ല എന്നല്ലോ. പിന്നെ ഞങ്ങൾ ഇവിടെ തങ്ങളുടെ മുടിക്ക് സനതുണ്ട്. അപ്പൊ ആ മുടി ശരിയാണോ തെറ്റാണോ എന്ന് അതിനെ സ്ഥാപിത്തേക്കേണ്ട, പ്രൂവാക്കേണ്ടത് കടമ അവരതാണ്. അവർ അറിയിച്ചു കൊടുക്കണം. ഓരോ ആലിമ്യങ്ങൾ തീരുമാനിക്കണം മുടി ശരിയാണ്, അള്ളാഹുവിന്റെ റസൂൽ